മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് യൂട്യൂബ് ക്രിയേറ്റേഴ്സിനും വ്ളോഗേഴ്സിനും ഉപകരിക്കുന്ന പ്രോഡക്റ്റാണ്. സിയോൻ്റെ ക്രെയിൻ M2 ആണ് ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ്, Zhiyunൻ്റെ ക്രെയിൻ M2. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്, എൻ്റെ പേഴ്സണൽ യൂസിന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് ഞാനിത് ചൂസ് ചെയ്തെന്ന് പറയുമ്പോൾ നമുക്കിതിൽ തന്നെ മിറർലെസ് ക്യാമറ, ഡിജിറ്റൽ ക്യാമറ, അല്ലെങ്കിൽ ഗോപ്രോ പോലുള്ള പിന്നെ വ്ളോഗിങ് ക്യാമറ, മൊബൈൽ, ഇതൊക്കെ ഇതിൽ ഒരേ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. മറ്റേ ഞാൻ ആദ്യം ഉദ്ദേശിച്ച ഓസ്മോഡ് OM4 അല്ലെങ്കിൽ ഓസ്മോ മൊബൈൽ 3 വാങ്ങാനാണ്. പക്ഷേ അത് വെറും മൊബൈലിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എൻ്റെ അടുത്തൊരു ഇൻഷാല്ല ഭാവിയിൽ ഒരു ക്യാമറ ഒക്കെ വാങ്ങുകയാണെങ്കിൽ അതിനും കൂടി ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിനും കൂടി യൂസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിയത്. അപ്പോൾ ഇതിവിടെ ഖത്തറിൽ ഏകദേശം 799 ഖത്തർ റിയാലാണ് വരുന്നത്. എനിക്കതിൽ കുറച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അറിയണമെങ്കിൽ അല്ലെങ്കിൽ പ്രൈസിൻ്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി. ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇവരുടെ എംബ്ലം ഇതിലുണ്ട്, Zhiyun എഴുതിയ. ഇതാണ് നമ്മുടെ ബോക്സ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. അപ്പോൾ ഇത്രയും സാധനമാണ് ബോക്സിൻ്റെ ഉള്ളിലുള്ളത്. മൊബൈൽ അല്ലെങ്കിൽ മിറർലെസ് ക്യാമറ ഒക്കെ വെക്കാനുള്ളൊരു സ്ലോട്ട്. ഇതാണ് നമ്മുടെ ഗിംബൽ. ഭയങ്കര എന്താ പറയുക, നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ്, ഇരുമ്പാണെന്ന് തോന്നുന്നു. പ്ലസ് നല്ല രീതിയിൽ ഗ്രിപ്പ് കിട്ടുന്നൊരു പിന്നെ പിടിയുണ്ട്. പിന്നെ ഉള്ളത് ഇതാണ് നമ്മുടെ ക്യാമറയും അല്ലെങ്കിൽ മൊബൈലൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ സ്ക്രൂ ചെയ്യാനുള്ളത്. ടാഗ്, മിനി ട്രൈപോഡ് സ്റ്റാൻഡ്, Type-C, ഇത് ചാർജ് ചെയ്യാനും അതുപോലെ ഫേംവെയർ അപ്ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കേബിള്. പിന്നെ അവസാനമായിട്ട് മൊബൈലിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലിപ്പ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൻ്റെ ഉള്ളിലുള്ളത്. ഞാനിത് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്യുക എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 3-4 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 5 മണിക്കൂറോളം നിങ്ങൾ ആദ്യം ചാർജ് ചെയ്യണം. അതിനുശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മിനി ട്രൈപോഡിൻ്റെ ഇതിൽ ഫിറ്റ് ചെയ്യുക. ഇതിവിടെ പിറകിലുണ്ടാവും ഒരു ലോക്ക്. ആ ലോക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റൂ. അപ്പോൾ ലോക്ക് മാറ്റിയതിന് ശേഷം ഇവിടെ ഇത് ലോക്കാണ്, ഈ ഭാഗം ലോക്കാണ്. അതിന് പിറകിൽ വശത്ത് ഇവിടെ ഈ റെഡില്ലേ, ഈ റെഡ് ജസ്റ്റ് ഒന്ന് ലൂസാക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് മുകളിലേക്ക് ആക്കിയാൽ ഇതിങ്ങനെ വെളിയിലേക്ക് വരും. പിന്നെ നമ്മൾ ടൈറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഏത് പ്രൊഡക്റ്റാണ്, ഇപ്പം മൊബൈലാണെങ്കിൽ ഇതിപ്പോൾ മൊബൈലിൻ്റെ കൂടെ കിട്ടുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം കാണിച്ചു തരാം. അപ്പോൾ ഇത് മൊബൈലിൽ ജസ്റ്റ് ഇതുപോലെ ക്ലിപ്പ് ചെയ്യുക. അപ്പോൾ ഇതുണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രൂ അഡ്ജസ്റ്റബിൾ സാധനം. ഇതാണ് നമ്മുടെ സ്ക്രൂ അഡ്ജസ്റ്റബിൾ. പിന്നെ ഈ സ്ലോട്ട് കണ്ടില്ലേ, ഇവിടെ നമുക്കിത് പിന്നെ ആദ്യം തന്നെ ഇത് നമുക്ക് ഇതിൽ ഇൻസേർട്ട് ചെയ്യണം. അതിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ പിറകിൽ, അതായത് താഴെ ഭാഗത്ത് ഒരു ലോക്ക് ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് അൺലോക്ക് ചെയ്തതിന് ശേഷം ഇത് കണ്ടില്ലേ, ഇത് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. എത്രത്തോളം വേണോ അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യുക. അതിന് ശേഷം ലോക്ക് തിരിച്ച് ലോക്ക് ചെയ്യുക. ഇനിയാണ് മൊബൈൽ വെക്കേണ്ടത്. മൊബൈൽ വെക്കേണ്ടത് ഈ സൈഡിൽ നിങ്ങൾ നോക്കിയാൽ 2 ഭാഗത്ത് സ്ക്രൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്ക്രൂ ഫിറ്റ് ചെയ്യുക. ഒത്തിരി സമയം പിടിക്കും കേട്ടോ, കാരണം ഇത് ബാലൻസിങ് ചെയ്യുക എന്ന് പറയുന്നത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഇപ്പം കണ്ടില്ലേ, ഇപ്പോൾ ഇത് ബാലൻസ് ആയിട്ടില്ല. ഇതിപ്പോൾ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മൾ ബാലൻസിങ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എവിടെയാണ് ഈ സൈഡിലാണ് ചരിവെങ്കിൽ ആദ്യം നമ്മൾ ഇവിടെ ഈ റൊട്ടേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യം ഈ ഭാഗം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക.
ഒക്കെ മൈക്രോ അഡ്ജസ്റ്റാണ് കേട്ടോ. നമ്മൾ വെയ്റ്റിനനുസരിച്ചിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടാണ് നമുക്ക് പറ്റുക അത് നമ്മൾ ചെയ്യുക. ഇതിപ്പോൾ ഞാൻ ഗിംബൽ മൊബൈലിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് പെർഫെക്റ്റ് സൈസിലാണുള്ളത്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് പെർഫെക്റ്റായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരല്പം ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഒരാൾ ചെയ്യുന്നതെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കൽ. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് യൂട്യൂബിൽ ഇതിൻ്റെ ജിയോൺ തന്നെ ട്യൂട്ടോറിയൽ ഉണ്ടാകും. അപ്പോൾ അത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നമ്മൾ മെയിനായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത് ഒന്ന് ഇവിടെ ഈ റെഡ് ഈ ഭാഗം, അതുപോലെ ഈ സൈഡിലൊരു ക്ലിപ്പ് അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ നമ്മുടെ ഈ ഭാഗത്തുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, പിന്നെ നമ്മുടെ മൊബൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഈ 3 ഭാഗത്തുള്ള അഡ്ജസ്റ്റ്മെൻറ്റായി ഏകദേശം ഇത് ഇങ്ങനെ കറക്റ്റ് സ്റ്റഡി ആയിട്ട് നിന്നാൽ മാത്രം ഗിംബൽ ഓൺ ആക്കുക. ഇതുപോലെ കംപ്ലീറ്റ് സ്റ്റഡി ആയതിനു ശേഷം മാത്രം നിങ്ങൾ ഓൺ ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ അത് ജസ്റ്റ് നമ്മുടെ ഗിംബലിൻ്റെ മോട്ടറിന് അത് പ്രശ്നമായിട്ട് വരും. അപ്പോൾ സമയമെടുത്ത് ചെയ്യുക, മാക്സിമം സമയം എടുക്കുക. കാരണം പെട്ടെന്ന് നടക്കില്ല, എളുപ്പമല്ല. ആദ്യത്തെ 1-2 പ്രാവശ്യം ഒന്ന് നമുക്ക് കുറച്ച് സമയം പിടിക്കുമെങ്കിലും പിന്നെ നമുക്കത് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് പിന്നീട് നമുക്കത് ഏകദേശം ഒരു ഐഡിയ കിട്ടും എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്താലാണ് വരിക, എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്താലാണ് ഇത് പെർഫെക്റ്റ് ആവുക എന്നുള്ളത്. അതിനിവിടെ വേണമെങ്കിൽ ഒരു ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഈ ഭാഗത്ത് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ലോക്ക് ചെയ്ത് വെച്ചാലും മതി. അപ്പോൾ കുറച്ച് നേരത്തെ ഉള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇവിടെ അല്ലെങ്കിൽ പിറകിലെ സൈഡിൽ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിപ്പോൾ അവസാനം ഏകദേശം നമുക്ക് ഗിംബൽ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഏകദേശം ലെവലിലാണ് നിൽക്കുന്നത്. ഇതിപ്പോൾ ചരിഞ്ഞാലോ അല്ലെങ്കിൽ ഇപ്പുറത്താണെങ്കിൽ നമുക്ക് ഒരിക്കലും വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പെർഫെക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ മാക്സിമം ഈ ലെവലിൽ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലെവലിൽ നിങ്ങളിത് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ പിറകിൽ അതുപോലെ ഈ ഭാഗം, ഈ 3 ഭാഗത്തുള്ളൊരു ചെറിയ വളരെ മൈക്രോ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ നമുക്കിത് പെർഫെക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് എല്ലാവരും ജലദോഷമുള്ളതുകൊണ്ട് ശബ്ദം പ്രശ്നം കേട്ടോ. ഈ ആപ്ലിക്കേഷൻ കണ്ടില്ലേ, ZY പ്ലേ. ഈ ആപ്ലിക്കേഷന് ആൻഡ്രോയിഡ് മൊബൈലോ അല്ലെങ്കിൽ ആപ്പിൾ മൊബൈലാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അപ്പോൾ അതിലാണ് നമ്മുടെ ഗിംബൽ വർക്ക് ചെയ്യുക, വിഷ്വൽസും കാര്യങ്ങളൊക്കെ. ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇതിലൊരു ZY പ്ലേ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിന് ശേഷം ഈ ഗിംബലായിട്ട് പെയർ ചെയ്താൽ ബാക്കി ഓപ്ഷൻസ് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ റിവ്യൂ പോലെ ചെയ്യാത്തത്. അപ്പോൾ ഇത്രയാണ് പ്രൊഡക്റ്റിൻ്റെ ജസ്റ്റ് ബേസിക്. അപ്പോൾ ഇൻഷാല്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാനിതിനെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഇടുന്നതാണ്. അതുപോലെ പ്രധാനമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിവിടെ പവർ ഓൺ ആയതിനു ശേഷം ഒരു കാരണവശാലും മോട്ടറിൽ മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. അത് പിന്നെ മോട്ടറിന് കേട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇതിലുള്ള ജസ്റ്റ് ഞാൻ ഫങ്ഷൻ എന്ന് ഞാൻ പറയുന്നില്ല, ഇതിലുള്ള ബട്ടൺസ് മാത്രം ഞാൻ കാണിച്ചു തരാം. ഇത് പ്ലേ റെക്കോർഡ് അല്ലെങ്കിൽ 2 പ്രാവശ്യം ഞെക്കിയാൽ ഫോട്ടോ എടുക്കുന്നതാണ്. ഇത് മോഡുകൾ ചേഞ്ച് ചെയ്യുന്നതാണ്. ഇത് നമ്മുടെ ജോയ്സ്റ്റിക്കാണ്. ഇതാണ് പവർ ഓൺ പവർ ഓഫ്, മെനു, ഫ്രണ്ട് ട്രിഗർ, ഗിംബൽ ലോക്ക്, പിന്നെ സൈഡിൽ വന്നാൽ സൂം ഇൻ, സൂം ഔട്ട്, ടൈപ്പ് സി, ചാർജിങ് പോർട്ട്. പിന്നെ ഇവിടെ എക്സ്റ്റേണലായിട്ട് നമുക്ക് എന്തെങ്കിലും പിന്നെ അഡീഷണൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഒരു പുറത്ത് വെച്ചിട്ട് ഒരു മൊബൈൽ ക്ലിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അഡീഷണൽ ഒരു മൊബൈലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് കൂടി അവിടെ വെക്കാം. അപ്പോൾ ഇത്രയാണ് ക്രെയിൻ M2ലുള്ള കാര്യങ്ങൾ. ബാക്കി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻഷാല്ലാ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി നല്ലോണം പഠിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ പറയുക. ആർക്കെങ്കിലും ഉപകാരമാവുന്നതാണെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയുടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.